ഹായ് വീവേഴ്സ്, ഇന്ന് നമുക്ക് കുട്ടികളെയൊക്കെ കയ്യിലെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഓറിയോ കപ്പ് ഐസ്ക്രീമാണ് കേട്ടോ. ഞാൻ കപ്പിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വെറും 3 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. 13 എണ്ണമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൽ 9 എണ്ണം ഞാനിവിടെ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിക്കണ്ട, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേച്ചാൽ മതി. ബാക്കിയുള്ള 4 എണ്ണം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് നല്ലോണം തണുത്ത വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മിക്സ്ഡ് ജാറിൽ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സ്ഡ് ജാർ നന്നായിട്ട് തണുപ്പിക്കുക, എന്നിട്ട് ലോ സ്പീഡിൽ ഹൈ സ്പീഡ് വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്കിത് വിപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിന് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതൊരു 1/4 കപ്പോളാണ് കേട്ടോ ഞാൻ ചേർക്കുന്നുള്ളൂ. നമ്മൾ വാങ്ങുന്നതൊക്കെ ഒരു 250-200 ml ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതിൽ 1/4 ഭാഗം മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒരു ഓവറായിട്ട് മിക്സ് ചെയ്യാതെ നമ്മൾ കേക്കൊക്കെ മിക്സ് ചെയ്യും പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഓവറായിട്ട് മിക്സ് ചെയ്യാതെ സാവകാശം നമുക്കിത് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും ഓറിയോയുടെ ആ ഒരു കണ്ടൻറ്റ് ചെല്ലണം, അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഐസ്ക്രീമിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഒരു കപ്പിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ലെവലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ലെവലാക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 ഗ്ലാസ്സിലായിട്ടാണ് ഈ ഒരു ഐസ്ക്രീം സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഓരോ ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പൊടിച്ച് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് റാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂർ നമുക്കിത് റെഫ്രിജറേറ്ററിൽ ഫ്രീസറിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. കുട്ടികളെയൊക്കെ കയ്യിലെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഓറിയോയുടെ ഒരു നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഐസ്ക്രീമിന് ഉണ്ടാവുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.